ഹലോ ഗൈസ്, ഇന്ന് എങ്ങോട്ട് ഒരുങ്ങി കെട്ടിന്നല്ലേ. ഇന്ന് നമ്മൾ പോകുന്നത് ജർമ്മനിയിലെ പള്ളിപ്പെരുന്നാളിലാണ്. അപ്പോൾ നമുക്ക് ജർമ്മനിയിലെ പള്ളിപ്പെരുന്നാൾ എങ്ങനെയുണ്ട് നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ദേ ഫുൾ ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ദേ ഫുൾ സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്നു പോവാണ് കേട്ടോ. നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ചുള്ള നടന്നു പോകാനുള്ള വഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ജർമ്മനിയിൽ എങ്ങനെയാണ് പെരുന്നാൾ എന്നുള്ള രീതിയിൽ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർ നമ്മളെ ഭയങ്കരമായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടെന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ റോട്ടിലൊന്നും ഒരു വണ്ടികളിൽ ഒരു ആൾക്കാരും ഇല്ല. അപ്പോൾ നമ്മൾ പള്ളിയിലെത്തി. അങ്ങനെ പള്ളിയിൽ കാര്യങ്ങളൊക്കെ എത്തി. ഞങ്ങൾ തിരിച്ചു വന്നിട്ട് പള്ളിയിൽ അങ്ങനെ അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരമാണ് പരിപാടി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പെരുന്നാൾ കുർബാന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ഞങ്ങൾ നടന്നു തന്നെ വഴിക്ക് ഞങ്ങളൊരു അപ്പാപ്പനെ കണ്ടു കേട്ടോ. അപ്പോൾ അപ്പാപ്പന് അവിടെ നിന്ന് അവരുടെ ഇതിനകത്തുണ്ടായ തക്കാളി കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കത് തന്നുവിട്ടാം. നല്ല രസമുണ്ടായിരുന്നു. ഫ്രഷാണല്ലോ, അത് നല്ല മധുരമായിരുന്നു. ഇപ്പോൾ ഇതേ ഇലയൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നടന്നു. ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ചെറിയൊരു തണുപ്പ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഡ്രസ്സൊക്കെ മാറി വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ വൈകുന്നേരം പാർട്ടിക്ക് പോകേണ്ട. അപ്പോൾ വൈകുന്നേരം ഇവിടെ കോഫി പാർട്ടി ആയിരുന്നു. അപ്പം നമുക്ക് കോഫി പിന്നെ കുറേ കേക്ക്സ്, വെറൈറ്റി ടൈപ്പ് ഓഫ് കേക്കുകളായിരുന്നു. ഞാൻ അത്യാവശ്യം 2-3 കേക്കൊക്കെ എടുത്ത് ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും മധുരമൊക്കെ ഇട്ടേ തല ആകെ മട്ടിച്ച് കിറങ്ങിയടിച്ചിരിക്കുന്ന ജയ്മോനാണ് ഈ കാണുന്നത്. ആകെ കിറങ്ങിപ്പോയി, അത്രയും മധുരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് വർത്തമാനം പറയലും. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറമേ നിന്ന് ഒരാൾ വന്ന് ഇങ്ങനെ ആൾക്കാർ വന്നിട്ട്, അതായത് ഇങ്ങനെ അങ്ങനെ ആൾക്കാർ വന്ന് ഇവിടെ ഇത് ചെയ്യണതെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വർത്തമാനം പറയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാണ്ട പള്ളിയിൽ തച്ച്. അപ്പം അങ്ങനെ എല്ലാവിധ ഇതുകളായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവസാനം നമുക്ക് സിനിമ കാണാമെന്നും പറഞ്ഞ് അവർ വിളിച്ചുകൊണ്ട് പോയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് സിനിമയാണോ എന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ പള്ളിയിലുണ്ടായിരുന്ന ഓരോ പരിപാടികളുടെ ഓരോ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ ഇരുന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഞങ്ങളും ഉണ്ടായിരുന്നു ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങളെന്നും പറഞ്ഞുകൊണ്ട് പറയണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങളുണ്ട്, അതിൻ്റെ ബാക്കിലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആ കണ്ട ഒരു ഇതിലായിരുന്നു കേട്ടോ, എക്സൈറ്റ്മെൻറ്റിലാണ് നിൽക്കുന്നത് ഞങ്ങളെന്നുള്ള രീതിയിൽ. അങ്ങനെ അപ്പോൾ അത്രയും ദിവസം പള്ളിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഫോട്ടോ എടുത്തതും വീഡിയോ എടുത്തതൊക്കെ നമുക്കിങ്ങനെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേരാണെങ്കിലും അവിടെ നല്ല കളിയും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാം കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ബൈ.